ഈ ഞാൻ മനസ്സിലാക്കുന്ന ഈ കട്ടളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ ഇദ്ദേഹം മൂന്നാം പ്രതിയാണ് ശ്രീ എൻ വാസു. അതിൽ ഇപ്പോഴും സംശയമുണ്ട് നിങ്ങൾക്ക്? അന്വേഷണ സംഘത്തിന്റെ നിലപാടിൽ സംശയമുണ്ട്? ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. അല്ല, പ്രതിയാണെങ്കിൽ അദ്ദേഹം വീട്ടിൽ ഇരിക്കത്തില്ലല്ലോ. ഇരിക്കുവോ നിഷ? എൻ വാസു ഇപ്പൊ വീട്ടിൽ ഇരിക്കുക. പ്രതിയാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് അതാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം ഡോക്ടർ പി കെ ഗോപൻ. എൻ വാസു ഇപ്പോഴും വീട്ടിലിരിക്കുന്നത് എന്തുകൊണ്ടെന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് അപ്പുറത്തേക്ക് SIT പോകുന്നില്ല എന്നുള്ള കാര്യം ഈ പിണറായി വിജയൻ സർക്കാർ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള സർക്കാരാണ്. ആ കാര്യത്തിനകത്ത് എനിക്ക് യാതൊരു സംശയവുമില്ല. ആ പ്രൊഫഷണലിസം അവർ കാണിക്കുന്നത് എല്ലായ്പ്പോഴും മോഷണത്തിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ രാഷ്ട്രീയ നേതൃത്വത്തിനെ വളരെ ഭംഗിയായിട്ട് സേഫ് ഗാർഡ് ചെയ്തുകൊണ്ട് എല്ലാ കുറ്റങ്ങളും ഏറ്റെടുക്കുവാൻ പറ്റുന്ന കുറെ അശ്വത്ഥാമാക്കളെ മുന്നിൽ നിർത്തിയിട്ടുണ്ട്. എല്ലാ കഴിയുമ്പോഴേക്കും ഞാൻ അന്ന് അശ്വത്ഥാമാവ് എന്ന് പറഞ്ഞ് കഥ എഴുതുവാൻ വേണ്ടിയിട്ട് പാകത്തിലുള്ള കുറെ ഉദ്യോഗസ്ഥ പാവകളെ അവർ വളരെ കീ പോസ്റ്റുകളിൽ ഇരുത്തിയിട്ടുണ്ട്. അതിനിപ്പോ മുമ്പുണ്ടായിരുന്ന അശ്വത്ഥാമാവ് എന്ന ആനയായിരുന്നാലും ശരി തന്നെയാണ്, ഇപ്പോ ഈ പറയുന്ന വാസു എന്ന് പറയുന്ന ആനയായിരുന്നാലും ശരി തന്നെയാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇവരെ എല്ലാവരെയും മുന്നിൽ നിർത്തി ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ള എന്ന് പറയുന്നത് എന്നെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒരു കാലത്തും അവരിൽ നിന്ന് മാറി അതിന്റെ പ്രോപ്പറായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളിലേക്ക് എത്തരുത് എന്നുള്ള തലത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് പ്രൊഫഷണൽ ആയിട്ട് ആ കാര്യത്തിനെ കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന കുറച്ച് ആൾക്കാർ എന്നുള്ള നിലയിലാണ്. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് ചില ആൾക്കാരെ സംരക്ഷിക്കുന്നതും അവരെ മറ്റെല്ലാ എതിർപ്പുകളെയും മറികടന്നുകൊണ്ടും ഇത്രയധികം ആരോപണങ്ങൾ ഉണ്ടായിരുന്നാലും ശരി തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പോസ്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ?